ചെറായിൽ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്ന് 2 പേർക്ക് പൊള്ളലേറ്റു. പാചകം ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ കമലത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരുമകൾ അനിതയ്ക്കും പൊള്ളലേൽക്കുകയായിരുന്നു. 40% പൊള്ളലേറ്റ അനിതയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും കമലത്തെ നോർത്ത് പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പറവൂരിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് തീയണച്ചത്. പള്ളിപ്പുറം പഞ്ചായത്ത് 18-ാം വാർഡിൽ പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്ന് വീട്ടമ്മയായ കമലത്തിന് പൊള്ളലേറ്റു. കമലത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരുമകൾ അനിതയ്ക്കും ഗുരുതരമായി പൊള്ളലേറ്റു. അനിതയ്ക്ക് ഏകദേശം 40% പൊള്ളലേറ്റിട്ടുണ്ട്. കമലത്തെ നോർത്ത് പറവൂർ ഗവൺമെന്റ് ആശുപത്രിയിലും അനിതയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. തീപിടുത്തമുണ്ടായതോടെ നാട്ടുകാർ സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ടുവന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഗ്യാസ് ലീക്ക് നിയന്ത്രിക്കാനായില്ല. തുടർന്ന് പറവൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബേബി ജോണിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ഗ്യാസ് ലീക്ക് നിയന്ത്രിച്ച് സിലിണ്ടർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഗ്യാസ് ഏജൻസിയെ വിവരമറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ ഓഫീസർമാരായ രഞ്ജിത്ത് KS, അലൻ M. ജോസഫ്, മനു KS, മഹമ്മൂദ് എന്നിവർ പങ്കെടുത്തു. വീട്ടുപകരണങ്ങളടക്കം ഏകദേശം 50,000 രൂപയോളം നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ. ദേശീയപാത 66 ചേർന്ന് മൂത്തക്കുന്നം പടിഞ്ഞാറേമട പ്ലാത്തുരുത്ത് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറകിൽ ജില്ലാ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് സ്ഥലം വിൽപ്പനയ്ക്ക്. ഗോഡൌൺ, ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് അനുയോജ്യം. സ്ഥലം മൊത്തമായും ചില്ലറയായും വിൽപ്പനയ്ക്കെടുക്കാം.